പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുട്ടിയാലി കണ്ണു തുറന്നു, ചുറ്റും നോക്കി. താൻ എവിടെയാണ് കിടക്കുന്നത്? എങ്ങനെ ഇവിടെ എത്തി? ദുഃഖം നിറഞ്ഞ മുഖവുമായി ഭാര്യ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് മകൻ സലീം. സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. കൈകാലുകൾ വെച്ച് കെട്ട്. ശരീരം തകർന്നു പോയിരിക്കുന്നു. ഓർമ്മകൾ തിരിച്ചു വരികയാണ്. മാർക്കറ്റ്. സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ സംഘടിത ശക്തി തകർക്കാൻ മുതലാളിമാർ കൗശലം കണ്ടെത്തി. പുതിയ തൊഴിലാളികളെ ഇറക്കി. അവർ ചാക്കിറക്കാൻ തുടങ്ങുകയായിരുന്നു. സഹിക്കാനായില്ല. ലോറിപ്പുറത്തേക്ക് ചാടിക്കയറി. തൻ്റെ നേരെ ചിലർ കുതിച്ചു ചാടി. കത്തി ആഞ്ഞു വീശി. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇന്ന് ഇതാ ഈ അവസ്ഥയിൽ. മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? തൊഴിൽ തർക്കം തീർന്നോ? തൻ്റെ അനുയായികളൊന്നും കാണാനില്ലല്ലോ. അതാരാണാ വരുന്നത്? വെളുത്ത സുമുഖനായ ചെറുപ്പക്കാരൻ. തൻ്റെ മോൻ ഷാക്കിർ. എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? ബാപ്പ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസം. കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരും. എന്നിട്ടോ? അപ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടും. എനിക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റുമോ? ആരോഗ്യം തിരിച്ചു കിട്ടിയാലും ചാക്ക് ചുമക്കാൻ പറ്റില്ല. അതെന്താ? ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം. ആ വാക്കുകൾ കുട്ടിയാലിയുടെ മനസ്സിൽ പതിഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യം. ആ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ മറന്നുപോയി. വളരെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയ ഓർമ്മ ഉണ്ട്. അന്ന് നിസ്കരിക്കാൻ പഠിച്ചു. 14-ാം വയസ്സിൽ മാർക്കറ്റിലെത്തി. ചാക്ക് ചുമക്കാൻ തുടങ്ങി. പതിറ്റാണ്ടുകൾ അങ്ങനെ കടന്നുപോയി. നിസ്കാരമില്ല, നോമ്പില്ല. പരുക്കൻ സ്വഭാവവുമായി ആരെയും വകവെക്കാത്ത ജീവിതം. ആ ജീവിതം ഇന്നിതാ ഈ കട്ടിലിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. തന്നെപ്പറ്റി ഭാര്യയ്ക്കോ മക്കൾക്കോ അധികമൊന്നും അറിയില്ല. അറിയാതിരിക്കട്ടെ. അറിഞ്ഞാൽ അവർ തന്നെ വെറുക്കും. അവർ വെറുത്താൽ പിന്നെ തൻ്റെ അവസ്ഥ. അവരെ വെറുപ്പിക്കണ്ട. അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാം. എന്നാണ് ഇവിടെ നിന്ന് എഴുന്നേൽക്കാനാവുക? എഴുന്നേൽക്കാൻ കഴിവ് കിട്ടിയാൽ അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിച്ചു കൊള്ളാം. ബാപ്പ ഷാക്കിർ മെല്ലെ വിളിച്ചു. എന്താ മോനെ? ബാപ്പ എന്താ ആലോചിക്കുന്നത്? ബാപ്പ മിണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷാക്കിർ കണ്ണി തുറച്ചു കൊടുത്തു. ബാപ്പ. എന്താ മോനെ? ഈ ബാപ്പാനെ വെറുക്കരുത്. ഹേയ്, എന്താ ഇങ്ങനെ പറയുന്നത്? ബാപ്പ പഴയതൊന്നും ഓർക്കരുത്. ഇനി പുതിയ ഒരാളായിട്ട് ജീവിക്കണം. മാർക്കറ്റിലേക്ക് ഇനി മടങ്ങുന്നില്ല. നമ്മൾക്ക് ഒന്നിച്ചു സമാധാനമായി ജീവിക്കാം. അള്ളാഹുവിനെ വിളിച്ചോളി. എപ്പോഴും അവനെക്കുറിച്ചുള്ള തന്നെ ഓർക്കുക. എനിക്ക് ആശുപത്രിയിൽ പോകാൻ സമയമായി. ബാപ്പ, ഞാൻ പോകട്ടെ. ഷാക്കിർ നടന്നുപോയി. കുട്ടിയാലി ആ പോക്ക് നോക്കി നിന്നു. ദിവസങ്ങൾ പലതും കടന്നുപോയി. കുട്ടിയാലി എഴുന്നേറ്റു വടിയുടെ സഹായത്തോടെ നടക്കാൻ തുടങ്ങി. ഒരു ദിവസം കുറേ തൊഴിലാളികൾ കുട്ടിയാലിയെ കാണാൻ വന്നു. അവർ ആഹ്ലാദപൂർവ്വം സംഭാഷണം തുടങ്ങി. എന്നാലും നീ ഒരു പഹയൻ തന്നെ. മാർക്കറ്റിൽ എല്ലാവരും അതിശയത്തോടെയാണ് നിന്നെപ്പറ്റി സംസാരിക്കുന്നത്. നീ ഒരു മാതൃകാ തൊഴിലാളിയാണ്. മുതലാളിമാർ ഇപ്പോഴും പറയുന്നു. കുട്ടിയാലി ഇത്ര വലിയ മനസ്സിൻ്റെ ഉടമയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഒന്ന് ചോദിക്കട്ടെ കുട്ടിയാലി, നീ മോനെ മെഡിക്കൽ കോളേജിൽ അയച്ചു പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. കൂട്ടുകാർ കുട്ടിയാലിയെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും വീർപ്പുമുട്ടിച്ചു. നിന്റെ മോൻ ഡോക്ടറാണെന്നറിഞ്ഞ് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. നിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു തുക പിരിച്ചെടുക്കാൻ ഞങ്ങൾ പരിപാടിയിട്ടു. അപ്പോഴാണ് ഒരാൾ നിന്റെ മോൻ ഡോക്ടറാണെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. അന്വേഷിച്ചപ്പോൾ കാര്യം സത്യം തന്നെ. പിന്നെ പിരിവെടുക്കാനുള്ള പരിപാടി ഉപേക്ഷിച്ചു. മാർക്കറ്റിൽ എന്തുണ്ട് വിശേഷം? കുട്ടിയാലി മെല്ലെ ചോദിച്ചു. അന്നത്തെ സംഭവത്തോടെ മുതലാളിമാർ പേടിച്ചുപോയി. അവർ പുതിയ തൊഴിലാളികളെ ഒഴിവാക്കി. പഴയ യൂണിയനുകൾ പിറ്റേന്ന് തന്നെ പണിക്കിറങ്ങി. ഇപ്പോൾ എല്ലാം സാധാരണ നിലയിൽ പോകുന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് തൊഴിലാളി സുഹൃത്തുക്കൾ മടങ്ങിപ്പോയി. ഈ സംഭാഷണം മാത്രമാണ് മിച്ചം. മകൻ ഡോക്ടറായത് വിഷയം. ഇത്രയും കാലം ഈ വർഗത്തിന് വേണ്ടിയാണ് താൻ പടവെട്ടിയത്. മുതലാളിമാരോട് തർക്കിച്ച് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്തു. അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് താൻ മാരകായുധങ്ങളെടുത്ത്
യുദ്ധമുഖത്തേക്ക് ചാടിയത്. എന്നിട്ടവർ എന്തു ചെയ്തു? പിറ്റേന്ന് തന്നെ പണിക്കിറങ്ങി. കുട്ടിയാലിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒരു പുരുഷായുസ് മുഴുവനും പടപൊരുതി വെറും കൈയോടെ വിരമിക്കേണ്ടി വന്നു. സേവനത്തിൻ്റെ പേരിൽ ഇനിയൊന്നും ലഭിക്കാനില്ല. മിച്ചം വന്നത് നിരാശ മാത്രം. മാർക്കറ്റിലെ ജീവിതം അവസാനിച്ചു. ഓർക്കാപ്പുറത്തുള്ള അന്ത്യം. തൊഴിൽ മേഖലയുടെ കുലപതി എന്ന ഭാവം എല്ലാം വെറു തോന്നലുകളായിരുന്നു. ഇന്നിതാ വലിച്ചെറിയപ്പെട്ട പഴംതുണി പോലെ. തനിക്ക് തുണയായി മക്കൾ മാത്രം. വൈകുന്നേരമായി. മകൻ വരാറായി. മനസ്സിൻ്റെ ഏതേ കോണിൽ പ്രതീക്ഷയുടെ തിളക്കം. 5 മണിക്ക് മകൻ എത്തി. വന്നവാടെ ബാപ്പയുടെ അടുത്തെത്തി. ബാപ്പ ചായ കുടിച്ചു മോനെ. ഷാക്കിർ അകത്ത് പോയി വസ്ത്രം മാറ്റി. വരുമ്പോഴേക്കും ഉമ്മ മകന് ചായയുമായി എത്തി. സലീം സ്കൂളിൽ നിന്ന് വന്നില്ലേ? എത്തിയില്ല മോനെ. ആ സന്ധ്യ നേരത്ത് നാട്ടിൽ നിന്ന് ചിലർ കുട്ടിയാലിയെ കാണാനെത്തി. ഷാക്കിർ അവരുമായി ദീർഘനേരം സംസാരിച്ചു. നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം സംഘടിച്ചു പ്രവർത്തിക്കണം. സ്കൂളിൻ്റെ നിലവാരം ഉയർത്തണം. PTA ശക്തമാക്കണം. മദ്രസയും പള്ളി ദർസും നന്നായി നടക്കണം. പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണം. പ്രോത്സാഹനത്തിൻ്റെ അഭാവം കൊണ്ട് ഒരു കുട്ടിയുടെ പഠിപ്പ് പോലും മുടങ്ങരുത്. പാവപ്പെട്ട രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാൻ ഏർപ്പാടുണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാവണം. നമ്മുടെ വീടുകളിലെ അനാചാരങ്ങൾ ഒഴിവാക്കണം. ധൂർത്ത് ലളിതമായ വിവാഹം പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷാക്കിറിൻ്റെ സംസാരം അവരെ ആവേശഭരിതരാക്കി. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ തന്നെ അതിന് നേതൃത്വം നൽകണം. ഇൻഷാ അല്ലാ. അവർ പ്രതീക്ഷയോടെ മടങ്ങിപ്പോയി. 1 മാസം കടന്നുപോയി. ഷാക്കിർ സൗകര്യമുള്ള ഒരു വീട് വാടകയ്ക്കെടുത്തു. താമസം അങ്ങോട്ട് മാറ്റി. സലീമിനെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. വലിയ പണക്കാരൊക്കെ ഷാക്കിറിനെ കാണാൻ വന്നു തുടങ്ങി. വിവാഹാലോചനകളുമായിട്ടാണ് വരവ്. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് ഷാക്കിറിൻ്റെ ആഗ്രഹം. പക്ഷേ അവൻ ആരോടും അക്കാര്യം പറഞ്ഞില്ല.